നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പൂച്ചനിപ്പാടത്ത് റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായി പഴയ റോഡ് കുത്തിപ്പൊളിക്കുന്നത് വ്യാഴാഴ്ച രാത്രി പുനരാരംഭിക്കും. പാർളം ഗ്രാമപഞ്ചായത്തിലും വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലും ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. ചേർപ്പ് CNN ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. കളിയിടത്തിന് തൽക്കാലം അവധി നൽകിയ ശിവഹരിയുടെ കളിയിടത്തിൽ ചെണ്ടുമല്ലിയുടെ പൂവസന്തം. വാർത്തകൾ വിശദമായി. പൂച്ചനിപ്പാടത്ത് റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായി പഴയ റോഡ് കുത്തിപ്പൊളിക്കുന്നത് വ്യാഴാഴ്ച രാത്രി പുനരാരംഭിക്കും. കഴിഞ്ഞ ഞായറാഴ്ച യന്ത്രം ഉപയോഗിച്ച് റോഡ് കുത്തിപ്പൊളിക്കുന്നത് തുടങ്ങിയ ഉടനെ നാട്ടുകാർ തടഞ്ഞതിനെ തുടർന്നാണ് പണികൾ നിർത്തിവെച്ചത്. വ്യാഴാഴ്ച രാവിലെ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥരെയും വ്യാപാരികളെയും ഉൾപ്പെടുത്തി യോഗം നടത്തിയ ശേഷമാണ് പണികൾ പുനരാരംഭിക്കാൻ തീരുമാനമായത്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ചാൽ ഓണക്കാലത്ത് വ്യാപാരികൾക്കും നാട്ടുകാർക്കും ഏറെ ക്ലേശമുണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ തടഞ്ഞത്. റോഡിന്റെ ഒരു ഭാഗം കോൺക്രീറ്റ് തുടരുകയാണ്. അതോടൊപ്പം പൂച്ചിന്നിപ്പാടം ജംഗ്ഷൻ കൂടി കോൺക്രീറ്റ് ചെയ്യാനാണ് തീരുമാനമെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു. വ്യാഴാഴ്ച രാത്രി പഴയ റോഡ് കുത്തിപ്പൊളിക്കുന്നത് പൂർത്തിയാക്കും. 2 ആഴ്ചക്കുള്ളിൽ ജംഗ്ഷൻ ഭാഗത്തെ കോൺക്രീറ്റ് പണികൾ പൂർത്തീകരിക്കും. ഓണത്തിരക്കിനെ ബാധിക്കാത്ത വിധം പണികൾ വേഗത്തിൽ തീർക്കുമെന്നും കമ്പനി അധികൃതർ പറഞ്ഞു. ജംഗ്ഷനിൽ ഒല്ലൂർ ഭാഗത്തേക്ക് തിരിയുന്ന ഭാഗത്തെ പണികൾ തുടങ്ങും മുൻപ് ഗതാഗത നിയന്ത്രണം സംബന്ധിച്ച് അറിയിപ്പുണ്ടാകുമെന്നും കമ്പനി അധികൃതർ പറഞ്ഞു. പാർളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വകുപ്പിന്റെയും വിജിലൻസ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ വിവിധ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. പരിശോധനയിൽ വൃത്തിഹീനമായ രീതിയിൽ ഭക്ഷണം പാചകം ചെയ്ത 2 സ്ഥാപനങ്ങൾക്ക് നോട്ടീസും ഫൈൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചു. പകർച്ചവ്യാധി നിയന്ത്രണത്തിന്റെ ഭാഗമായി ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. പൊതുസ്ഥലത്ത് പ്ലാസ്റ്റിക് അലക്ഷ്യമായി ഇടുകയും കൊതുക് വളരാനുള്ള സാഹചര്യം സൃഷ്ടിച്ച PKP ടീ സ്റ്റാളിനെതിരെയും ഉപയോഗ തീയതി കഴിഞ്ഞ പാൽ ഉപയോഗിച്ച് ജ്യൂസ് ഉണ്ടാക്കുന്ന ഹോട്ടലിനെതിരെയും നടപടി സ്വീകരിച്ചു. വാർഡ് മെമ്പർ അനിത പ്രസന്നൻ അറിയിച്ചതിനെ തുടർന്ന് വെങ്ങണശ്ശേരി സബ് സെന്റർ പരിധിയിൽ പ്ലാസ്റ്റിക് ചാക്കിൽ മാലിന്യം നിക്ഷേപിച്ച അവണിശ്ശേരി സ്വദേശിക്കെതിരെ നടപടി സ്വീകരിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. വല്ലച്ചിറയിൽ പ്ലാസ്റ്റിക് മാലിന്യം പൊതുസ്ഥലത്ത് വലിച്ചെറിഞ്ഞ സ്ഥാപനത്തിന് 10,000 രൂപ പിഴ. ഹാനികരമായ രീതിയിൽ പാഴ്വസ്തുക്കൾ സൂക്ഷിച്ച ആക്രിക്കടയ്ക്ക് 5,000 രൂപയും പിഴ നൽകി. വല്ലച്ചിറ കുടുംബാരോഗ്യ കേന്ദ്രവും പഞ്ചായത്തും സംയുക്തമായാണ് ഹെൽത്ത് കേരള പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത്. സുശ്രുത ലൈഫ് സയൻസ് എന്ന സ്ഥാപനത്തിനാണ് 10,000 രൂപ പിഴ ചുമത്തിയത്. കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ PS അരുൺകുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ AM രാജേഷ് കുമാർ, VS ആരോമൽ രാജ്, പഞ്ചായത്ത് സീനിയർ ക്ലർക്ക് KM അനിത എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ചേർപ്പ് CNN ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തിന് തുടക്കമായി. കലോത്സവം സ്റ്റാൻഡപ്പ് കൊമേഡിയൻ സജീഷ് കുട്ടനല്ലൂർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മണികണ്ഠൻ കിഴക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപക രജനി PM, രഞ്ജിത്ത് KR എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങൾ നടന്നു. കളിയിടത്തിന് തൽക്കാലം അവധി നൽകിയ ശിവഹരിയുടെ കളിയിടത്തിൽ ചെണ്ടുമല്ലിയുടെ പൂവസന്തം തീർത്തപ്പോൾ
അതിഥിയായി വന്നത് പുതിയ കൂട്ടുകാർ. ചിത്രശലഭങ്ങളും കുഞ്ഞു കുരുവികളും ഒപ്പം കാഴ്ചക്കാരും പതിവ് സന്ദർശകരാവുകയാണ് അവണിശ്ശേരിയിലെ ഈ വീട്ടുമുറ്റത്ത്. അവണിശ്ശേരി സ്വദേശി മാടമ്പി വീട്ടിൽ രാജേഷിന്റെയും ജിനിയുടെയും ഇളയ മകനായ ശിവഹരിയും ചേട്ടൻ കൃഷ്ണദേവും കളിച്ചിരുന്നത് വീടിനോട് ചേർന്ന സ്ഥലത്താണ്. ഈ കളിയിടത്തിനോട് ചേർന്നാണ് 4 സെന്റിൽ ഓണത്തോടനുബന്ധിച്ച് ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുന്നത്. 4 സെന്റിൽ 150 എണ്ണത്തോളം ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നു. ചെടികൾ വളർന്ന് പൂവിട്ടു തുടങ്ങിയിരിക്കുകയാണിപ്പോൾ. ഈ പൂക്കൾ അത്തം മുതൽ കൂട്ടുകാർക്കും സ്കൂളിലേക്കും കൊണ്ടുപോകുമെന്നും വരും വർഷം കുറച്ചുകൂടി വിപുലമായി ചെണ്ടുമല്ലി കൃഷി ചെയ്യുമെന്നും ശിവഹരി പറയുന്നു. ഇത് ഞാൻ കളിക്കണ സ്ഥലമായിരുന്നു. അപ്പോൾ ചേട്ടൻ കളിക്കാനൊന്നും വരാതെ പഠിക്കാൻ ഇരുന്നുകൊണ്ട് പിന്നെ ഞാൻ ഒറ്റപ്പെട്ടു. പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ ഈ റോട്ടിലോടൊക്കെ സൈക്കിൾ ഓടിച്ചു വണ്ടിയിലൊക്കെ പോകുമ്പോൾ കുറേ ഇങ്ങനെ കൃഷികളും പൂക്കളൊക്കെ നിന്ന് കാണാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിൽ ഒരു ഇത് തോന്നി, ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പൂക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഭംഗിയുണ്ടാവും, പിന്നെ അടുത്ത ഓണത്തിന് ഉപയോഗിക്കാന്നുള്ളൊരു ആശയം എൻ്റെ മനസ്സിലേക്ക് തോന്നി. അപ്പോൾ ഞാൻ അച്ഛനോടും മമ്മിയോടും പറഞ്ഞപ്പോൾ അവർ വാങ്ങി തന്നു ഈ ഹൈബ്രിഡ് ചെടികൾ, ഇങ്ങനെ ചെടിയായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് അച്ഛനും പിന്നെ വേറെ ആൾക്കാരും കൂടി ഇത് ഇങ്ങനെ പുല്ലൊക്കെ വെട്ടി നിരപ്പ് സെറ്റാക്കി. അപ്പോൾ ഇതെല്ലാം ഞാൻ നട്ടു. ഒരു 100-150 ചെടി അങ്ങനെ ഉണ്ടാവും. ഇത് ഞങ്ങൾ നട്ടിട്ട് ഇപ്പോൾ 2 മാസം അങ്ങോട്ടായി. അത് പിന്നെ ഞങ്ങളിങ്ങനെ ഇതൊക്കെ നുള്ളിയിട്ട് ഇവിടെ തന്നെ നട്ടു. ചിലതൊക്കെ നട്ട് ഇവിടെ തന്നെ 1-2 അവിടെ ഉള്ളതൊക്കെ വളർന്നിട്ടുണ്ട്. ഇനി അതിപ്പോൾ ഇത്രയും വിജയിച്ച സ്ഥിതിക്ക് അടുത്ത കൊല്ലവും ഇതേപോലെ പൂക്കൃഷിയും പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ വലുതാക്കി ചെയ്യാൻ ഇതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഇത് ചെയ്ത സ്ഥിതിക്ക് കൂട്ടുകാർക്കും ഞാൻ ഇത് കൊടുക്കും. അപ്പോൾ അവരും ഇതുപോലെ ചെയ്യുമെന്നാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. പഠനത്തോടൊപ്പം കൃഷിയിലും താല്പര്യമുള്ള ശിവഹരി ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പ്രോത്സാഹനമായി മാതാപിതാക്കളും ഈ കൊച്ചുമിടുക്കനോടൊപ്പം എപ്പോഴുമുണ്ട്. പുളിമരത്തിന്റെ പൊത്തിൽ നിന്നും മലമ്പാമ്പിനെ കുട്ടിയെ പിടികൂടി. ചേർപ്പുപെരുവനം രാമൻ കണ്ടത്ത് വീടിന്റെ പറമ്പിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. പറമ്പിൽ പണി ചെയ്തിരുന്ന തൊഴിലാളിയാണ് ഇതിനെ ആദ്യം കണ്ടത്. ഏകദേശം 4 അടി നീളമുണ്ട്. വനംവകുപ്പിന്റെ റെസ്ക്യൂവർ KR അരുൺ ഇതിനെ പിടികൂടി. മലമ്പാമ്പ് അഞ്ചേരി കാർഷികേതര വായ്പാ സഹകരണ സംഘത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ഞായറാഴ്ച റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അഞ്ചേരി കാർഷികേതര വായ്പാ സഹകരണ സംഘം പ്രസിഡന്റ് സതീഷ് മാങ്കുഴി അധ്യക്ഷത വഹിക്കും. കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ സഹകാരി സംഗമം ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ M രാമനുണ്ണി സഹകരണ പ്രസ്ഥാനവും പ്രതിസന്ധിയും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ച് മുഖ്യപ്രഭാഷണം നടത്തും. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജൂബി ടി കുര്യാക്കോസ് SSLC അവാർഡ് വിതരണവും കോർപ്പറേഷൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി മുൻകാല പ്രസിഡന്റുമാരെയും ആദരിക്കും. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ്, കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണൻ എന്നിവർ മുതിർന്ന സഹകാരികളെ ആദരിക്കലും പഠനോപകരണ വിതരണവും നിർവഹിക്കും. തുടർന്ന് കലാസന്ധ്യ അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് സതീഷ് മാങ്കുഴി, സെക്രട്ടറി PS ഗിരീഷ്, KB ജിനോഷ്, സ്മിത അനീഷ് എന്നിവർ പങ്കെടുത്തു. വർത്തമാന കാലഘട്ടത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ അഞ്ചേരി പ്രദേശത്ത് ഈ സഹകരണ സംഘം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ശ്രീനാരായണ സേവാ സംഘം കാവിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുന്നത്. അത് ലേഖനായ മന്ത്രി രാജൻ മിനിസ്റ്ററാണ് ചെയ്യുന്നത്. അത് 25-ാം തീയതിയാണ് ആ പരിപാടികൾ നടക്കുന്നത്. 24-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം
ഒരു നേത്ര പരിശോധനാ ക്യാമ്പും അതുപോലെ തന്നെ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ശാന്തിഗിരിയും അതുപോലെ ആര്യ മെഡിക്കൽ ഐ സെൻ്ററാണ് മറ്റേ നേതൃത്വത്തിൻ്റെ ക്യാമ്പ് നടക്കുന്നത്. അതിൽ ബിലോ പോവർട്ടി ലൈനിൽ താഴെ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി വന്ന സൗജന്യമായിട്ട് നേത്ര കാറ്ററാക്ട് ചികിത്സയും സൗജന്യമായിട്ട് നടക്കുന്നുണ്ട്. വാടാനപ്പള്ളി ഫസൽ നഗർ ബീച്ചിൽ കടൽക്ഷോഭം. സീവാൾ റോഡ് തകർന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കടൽക്ഷോഭം രൂക്ഷമായത്. ഫസൽ നഗർ ബീച്ച് മുതൽ തെക്കോട്ട് 1 കിലോമീറ്ററോളം ഭാഗത്താണ് കടൽ കരയിലേക്ക് കയറിയത്. കടലേറ്റത്തിൽ സീവോൾ റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമുതലും 10ഓളം തെങ്ങുകളും കടലെടുത്തു. ഏതാനും വർഷങ്ങളായി ഈ മേഖലകളിൽ കടൽഭിത്തി തകർന്നു കിടക്കുകയാണ്. ഈ ഭാഗത്ത് പുലിമുട്ട് നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നിരവധി തവണ പുലിമുട്ട് നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് വാർഡ് മെമ്പർ നൌഫൽ പറഞ്ഞു. നമുക്കറിയാം, കാലങ്ങളായിട്ട് ഈ ബീച്ച് മേഖലയിൽ കടൽഭിത്തി തകർന്നുകൊണ്ടിരിക്കുന്നു. വർഷങ്ങളായിട്ട് പഞ്ചായത്ത് ആവശ്യപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അതായത് പുലിമുട്ട് നിർമ്മാണം, ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് പുലിമുട്ട് നിർമ്മിക്കുക എന്നുള്ളതാണ്. ഇപ്പം നിലവിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ വന്നുകൊണ്ട് എസ്റ്റിമേറ്റ് കാര്യങ്ങൾ എടുത്തിട്ട് അവർ പറയുന്നത് കടൽഭിത്തി നിർമ്മാണം പറഞ്ഞിട്ടുള്ളത് ഒരു 6.5 കോടി രൂപ ചെലവഴിച്ചിട്ടുള്ള കടൽഭിത്തി നിർമ്മാണമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും അതിനുള്ള ഫണ്ട് വകയിരുത്താൻ ഇവിടുത്തെ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. അതിൻ്റേതായ പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ കടൽക്ഷോഭം നിരന്തരം ഇവിടുത്തെ പ്രദേശവാസികൾ സ്ഥിരമായിട്ട് അധികാരികളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളാവുന്ന കാര്യങ്ങളിൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ശാശ്വതമായ പരിഹാരം, ജനങ്ങൾക്ക് കിടന്നുറങ്ങാനും അവരുടെ സ്വത്തിനെ സംരക്ഷിക്കുന്ന ശാശ്വതമായ പരിഹാരം ആവശ്യപ്പെടുന്നത്. അവരിന്ന് ഭയപ്പാടോടു കൂടിയാണ് ഇവിടെ കഴിഞ്ഞു കൂടുന്നത്. സ്ഥിരമായിട്ട് KSEBിയുടെ ആളുകൾ വന്നുകൊണ്ട് പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെത് പൈപ്പിൽ സ്ഥിരം തകർന്നുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയും പിന്നീട് തകരുന്നൊരു സാഹചര്യം ഉള്ളത്. ഇവിടുത്തെ ആളുകൾ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നത് ഇവിടുത്തെ പുലിമുട്ട് നിർമ്മാണമാണ്. അതിനൊരു പരിഹാരം എന്നുള്ള നിലക്കാണ് അവർ കാണുന്നത്. ഇവരുടെ സ്വത്തിനും ജീവനും സംരക്ഷിക്കേണ്ട അവകാശം ഇവിടുത്തെ അധികാരികൾക്കുണ്ട്. അവരിത് ഈ സംഗതി വന്ന് കാണുകയും ഇതിന് വേണ്ട നടപടി സ്വീകരിക്കുന്നതാണ് ഈ സമയത്ത് ആവശ്യപ്പെടാനുള്ളത്. കടലേറ്റത്തിൽ കുടിവെള്ള പൈപ്പും തകർന്നിട്ടുണ്ട്. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചിരുന്നു. പാലപ്പിള്ളിയിൽ മാനിനെ കൈകാലുകൾ കെട്ടിയിട്ട് ഫോട്ടോയെടുത്ത കേസിലെ പ്രതികളിൽ ഒരാൾ കീഴടങ്ങി. തിരുവനന്തപുരം അമ്പൂർ സ്വദേശി 48 വയസ്സുള്ള വിനോദാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ 4 ആളുടെ പേരിൽ വനംവകുപ്പ് അധികൃതർ കേസെടുത്തിരുന്നു. തിരുവനന്തപുരം സ്വദേശികളായ ഷിബു, സന്തോഷ് കുമാർ, ഹരി എന്നിവർ ഒളിവിലാണ്. പാലപ്പള്ളി തോട്ടത്തിൽ കരാർ അടിസ്ഥാനത്തിൽ കാലാവധി കഴിഞ്ഞ മരം മുറിക്കുന്ന ജോലിക്കെത്തിയ സംഘത്തിൽപ്പെട്ടയാളാണ് വിനോദ്. ഓഗസ്റ്റ് 6-നായിരുന്നു സംഭവം. പ്രതികൾ മാനിനെ കെട്ടിയിട്ട് ഫോട്ടോയും വീഡിയോയും എടുക്കുകയായിരുന്നു. വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് അധികൃതർ സംഭവം അറിയുന്നത്. ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികളെക്കുറിച്ച് വിവരങ്ങളൊന്നും വനംവകുപ്പിന് ലഭിച്ചിരുന്നില്ല. മാനിനെ കെട്ടഴിച്ചു വിട്ടെന്നാണ് അറസ്റ്റിലായ പ്രതിയുടെ മൊഴി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചേറ്റുവ ദേശീയപാത 66 ചേറ്റുവ പാലത്തിൽ ഗുഡ്സ് വാനും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടം. 4 പേർക്ക് പരിക്കേറ്റു. കർണാടകയിലെ ബെല്ലാരിയിൽ നിന്ന് മട്ടാഞ്ചേരിയിലേക്ക് ഉണക്കമുളക് കയറ്റി വരികയായിരുന്ന പിക്കപ്പ് വാനും സ്വകാര്യ കൊറിയർ കമ്പനിക്ക് വേണ്ടി സർവീസ് നടത്തുന്ന ഗുഡ്സ് വാനുമാണ് കൂട്ടിയിടിച്ചത്. പിക്കപ്പ് വാൻ സ്വദേശി കർണാടക സ്വദേശി മുഹ്യുദ്ദീൻ, ഗുഡ്സ് വാഹന ഡ്രൈവർ നടുവന്നൂർ സ്വദേശി ഷെഫീഖ്, വയനാട് സ്വദേശി റോബിൻ, ചാലക്കുടി സ്വദേശി വിനീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ പിക്കപ്പ് വാൻ ഡ്രൈവർ മുഹ്യുദ്ദീനെ വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. ഇയാളുടെ കാലിന് സാരമായ പരിക്കുണ്ട്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് പോലീസ് ക്രെയിൻ എത്തിച്ച് വാഹനങ്ങൾ നീക്കം ചെയ്താണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഉത്തരേന്ത്യൻ മോഡൽ സൈബർ തട്ടിപ്പ് സംഘം കയ്പമംഗലത്ത് അറസ്റ്റിൽ. കയ്പമംഗലം സ്വദേശിയെ സിനിമകൾക്ക് റിവ്യൂ ചെയ്ത് ലാഭം നേടാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി 46 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ തമിഴ്നാട് സ്വദേശി ഉൾപ്പെടെ 4 പേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം കടക്കൽ സ്വദേശി 25 വയസ്സുള്ള അബ്ദുൾ അയൂബ്, തിരുവനന്തപുരം അനാട് സ്വദേശി 29 വയസ്സുള്ള ഷഫീർ, കൊല്ലം മാടത്തറ സ്വദേശികളായ 25 വയസ്സുള്ള ഷിനാജ്, 21 വയസ്സുള്ള അസ്ലം എന്നിവരാണ് പിടിയിലായത്.
വർദ്ധിച്ചുവരുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജുവിന്റെ മേൽനോട്ടത്തിൽ കയ്പമംഗലം ഇൻസ്പെക്ടർ M ഷാജഹാന്റെ നേതൃത്വത്തിൽ SI KS സൂരജ്, സീനിയർ CPOമാരായ CV സുനിൽകുമാർ, TS ജ്യോതിഷ്, CPOമാരായ TK സൂരജ്, പ്രവീൺ ഭാസ്കർ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് തമിഴ്നാട്ടിലെ ഹൊസൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നുമായി 4 യുവാക്കളെ അറസ്റ്റ് ചെയ്തത്. ടെലഗ്രാമിൽ നിന്ന് ലഭിക്കുന്ന ഫിലിം റിവ്യൂ ആപ്പ് വഴി റിവ്യൂകൾ സ്വീകരിക്കുകയും പിന്നീട് ഓരോ ഘട്ടത്തിലും പ്രതിഫലം നൽകാമെന്ന് വാഗ്ദാനം നൽകി തന്ത്രപരമായി പണം നിക്ഷേപിക്കുകയും പിന്നീട് ലാഭം എടുക്കുവാനും മറ്റുമായി കൂടുതൽ പണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പണം കൈക്കലാക്കുകയുമായിരുന്നു ഇവരുടെ രീതി. ഫ്ലെക്സ് എന്ന സിനിമ റിവ്യൂ ആപ്ലിക്കേഷൻ വഴി സിനിമകൾക്ക് റിവ്യൂ എഴുതി നൽകുന്നതിന് പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുക്കുന്ന ഇവർ ഷെയർ ട്രേഡിംഗ് ആണെന്ന് പറഞ്ഞ് യുവാക്കളുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തതിനു ശേഷം ATM കാർഡുകൾ കൈക്കലാക്കുന്നു. തട്ടിപ്പ് നടത്തി ലഭിക്കുന്ന പണം ഈ ബാങ്ക് അക്കൗണ്ടുകൾ വഴി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പിടികൂടിയ തട്ടിപ്പുകാരുടെ കൈകളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പല ആളുകളുടെ പേരിലെടുത്ത 18ഓളം ATM കാർഡുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷണത്തിൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായ ഇവർ രക്ഷപ്പെടാൻ ശ്രമം നടത്തുന്നതിനിടയിലാണ് തിരുവനന്തപുരത്തെ റിസോർട്ടിൽ നിന്നും പ്രതികളെ സാഹസികമായി പിടികൂടിയത്. തൃശൂർ റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ മൊബൈൽ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഊരകം സർവീസ് സഹകരണ ബാങ്കിലെ മെമ്പർമാരുടെ മക്കളിൽ 2023-24 അധ്യയന വർഷത്തിൽ SSLC, +2, VHSC പരീക്ഷകളിൽ സ്റ്റേറ്റ് സിലബസിലും CBSE സിലബസിലും ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും UG, PG പരീക്ഷകളിൽ 95% മുകളിൽ മാർക്ക് നേടിയവരെയും 80 വയസ്സ് പൂർത്തിയായ ബാങ്കിലെ മെമ്പർമാരെയും ആദരിക്കുന്ന ചടങ്ങ് സെപ്റ്റംബർ മാസം 8-ാം തീയതി ഞായറാഴ്ച നടക്കും. ആയതിലേക്കുള്ള അപേക്ഷകൾ, മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി, ഫോട്ടോ സഹിതവും വ്യക്തിഗത മികവ് കരസ്ഥമാക്കിയവർ ബന്ധപ്പെട്ട രേഖകളും, മുതിർന്ന മെമ്പർമാർ അപേക്ഷയോടൊപ്പം വയസ്സ് തെളിയിക്കുന്ന രേഖയുടെ കോപ്പിയും ഹാജരാക്കേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 25. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6680 രൂപ, പവന് 53,440 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പൂച്ചനിപ്പാടത്ത് റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായി പഴയ റോഡ് കുത്തിപ്പൊളിക്കുന്നത് വ്യാഴാഴ്ച രാത്രി പുനരാരംഭിക്കും. പാർളം ഗ്രാമപഞ്ചായത്തിലും വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലും ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. ചേർപ്പ് CNN ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. കളിയിടത്തിന് തൽക്കാലം അവധി നൽകിയ ശിവഹരിയുടെ കളിയിടത്തിൽ ചെണ്ടുമല്ലിയുടെ പൂവസന്തം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.